പൊതുഫണ്ട് പൂച്ച പറ്റുന്ന ഖജനാവ് അണപ്പൈസ നിങ്ങൾ കേട്ടില്ലോ? ഇല്ല, കേട്ടില്ലേ? ഇപ്പൊ വാർത്തകളിൽ നിറഞ്ഞിരിക്കണ ഇത് അറിയാലോ. ഇപ്പൊ സലീം കുമാറിന്റെ അതിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിനെ കുറിച്ചിട്ട് ഭയങ്കര ചങ്കുറ്റത്തോടെ അഭിപ്രായം പറഞ്ഞിട്ടായിരുന്നു. ശരിക്കും അഭിപ്രായം പറയാനുള്ള കാരണം എന്തായിരുന്നു പറഞ്ഞാൽ ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ആകെ ഒരാളാണ് ഈ രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇതിനൊക്കെ എന്ത് ചങ്കുറ്റാൻ വേണ്ടി മാന്യമായിട്ട് പറഞ്ഞാൽ പോരെ? ഒരു പൊതുബോധത്തിൽ പറഞ്ഞ് ഒരു ദിവസം ഉറങ്ങി നീക്കുമ്പോ മീഡിയ വണ്ടിന്റെ ഫോൺ വന്ന് ഇങ്ങനെ ഒരു ബൈറ്റ് തരുമെന്ന് വെച്ചാൽ പള്ളി കഴിഞ്ഞ വന്ന് ചോദിച്ച് വാപ്പ കൊടുക്കാത്തത്. വാപ്പ ഇതായിട്ട് റോളൊന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ട് പാസ്പോർട്ടും ആധാർ കാർഡും എനിക്ക് റേഷൻ കാർഡൊക്കെ അല്ലേ. അതെനിക്ക് അങ്ങനെ ഒന്നുമില്ല. വാപ്പന്റെ ഇതായിട്ട് ബന്ധമല്ല. പൊതു ഫണ്ട് ഇട്ടതിന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് നിങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. നിങ്ങൾ പറയണം. നിങ്ങൾ വരാത്ത നിങ്ങൾ കുഴപ്പം പറയേണ്ടത് എല്ലാരും ഇതല്ലേ. നാളെ ആർക്ക് ചെയ്താലും പറയണോ? ഞാൻ പറഞ്ഞു. അല്ലെ, തെറ്റായിട്ട് തോന്നിയത് എന്തായിരുന്നു? പൊതുഫണ്ട് പൂച്ച പറ്റുന്ന ഖജനാവ് അണപ്പൈസ നിങ്ങൾ കേട്ടില്ലോ? ഇല്ല, കേട്ടില്ലേ? കുട്ടികളെ 10 രൂപ കൺസെഷൻ ഫീസ് ബസ്സിൽ 110 ആക്കിയോ? ഇല്ലേ, ആക്കി. കുട്ടികളെ അപ്പൊ നിങ്ങള് പിന്നെ എന്തിനു 10 രൂപയുള്ള 110 ആക്കി മാസം ബസ്സിന്. അംഗനവാടിയിലെ കുട്ടികളെ നേരത്തെ ബിരിയാണി ആഴ്ചക്ക് നേരത്തെ ബിരിയാണി കട്ടാക്കി. പിന്നെ അവന്റെ അടുത്ത് കൊടുക്കണ്ടത് നിങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി ഞാനൊരു അപ്രോച്ച് സെറ്റപ്പ് പറഞ്ഞൊന്നുമില്ല. കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു. വാപ്പ കിട്ടാത്ത രീതി യാതൊരു ബന്ധമില്ല. ഇനി ഇതിനെനിക്ക് സലീം ചേട്ടനോടും മുഖ്യമന്ത്രിയോട് എന്തിനു ദേഷ്യം പിടിച്ച് ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് പറഞ്ഞല്ല. പൊതുഫണ്ട് അത് ആര് പറഞ്ഞാലും പറഞ്ഞു. അതിന് പിണറായി വിജയൻ സർക്കാരിനൊപ്പം പറഞ്ഞതാണെങ്കിലും ആണ്. അന്നാരും ചോദിച്ചില്ല, മറുപടി പറയാം. രാവിലെ ഉറങ്ങിച്ച പാട് എനിക്ക് വിമർശനം എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞ എല്ലാവരും പിന്നാലെ പോകാൻ പറ്റും. ഒരാൾ ചോദിച്ചു എന്നെ മറുപടി പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവർ ചോദിച്ചു. അതില് വേറൊരു കാര്യം പറഞ്ഞാല് പറവൂർ സ്വദേശി ആയതുകൊണ്ടാണ് സലീം കുമാറിന് വേണ്ടിയിട്ട് സ്മാരകം പണിതെന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടായിരുന്നു. ഇലക്ഷൻ സമയത്ത് പിണറായി വിജയൻ സഖാവിനെ ചീത്ത പറഞ്ഞത്, അതിന്റെ അപാകതകൾ പറഞ്ഞതും കുറച്ച് ട്രോൾ ചെയ്തതും കോൺഗ്രസിന് വേണ്ടി പറഞ്ഞതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പറവൂരുള്ള ആള് കോൺഗ്രസ് ആയിട്ടുള്ള നടൻ മരിക്കണം, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ഞാൻ സിനിമാ നടനായി കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സുകാരനും കോഴിക്കോടുകാരനുമാണ്, അപ്പൊ എനിക്ക് അനുകൂലം ഉണ്ടാവോ എന്നാ ചോദിച്ചത്. ചോദ്യം തന്നെയാണ്. പക്ഷെ ജനങ്ങളുടെ ഫണ്ട് എടുക്കുകയാണെങ്കിൽ പോലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഇപ്പോ വേറെ ഏതെങ്കിലും കെട്ടിടമോ ബസ് സ്റ്റോപ്പോ അങ്ങനെ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണെങ്കിൽ ജനോപകാരപ്രദമായ സ്മാരകമായിരുന്നെങ്കിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനൊരു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു. ഒരുപാട് കരയിപ്പിച്ച് ഓടിപ്പിച്ച് സങ്കടപ്പെടുത്തി ടെൻഷനാക്കി അയാളെ വലിച്ചു കീറിയിട്ടാണ് തിരിച്ചുവിട്ടത് അയാൾ മന്ത്രിസഭ അല്ലേ ഒഴിവാക്കി വിട്ടത്. എന്നിട്ട് അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞും ചെയ്തു. ലോകത്തിന് മുഖ്യമന്ത്രി ഇത്തരം ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടില്ല. ലോകത്തിന് മുഖ്യമന്ത്രി 5 ലക്ഷം കുട്ടിക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയിട്ടില്ല. 18 വയസ്സിന് അയാൾ ആണിനും പെണ്ണിനും ഒരുപോലെ ഹൃദയ ശസ്ത്രക്രിയ ഫ്രീ ആയിട്ട് നടത്തിയൊരു മുഖ്യമന്ത്രി ഇല്ല. അങ്ങനെ ഒരുപാട് ക്വാളിറ്റികൾ പറയാനുള്ള ഒരു മുഖ്യമന്ത്രി. അയാളെ കണ്ടു പഠിച്ച ചാണ്ടി ഉമ്മനെ ഇലക്ഷൻ സമയത്ത് സൈക്കിളിൽ കറങ്ങിയിട്ട് വോട്ട് പിടിച്ചെന്ന് പറയും. അവരെ ഫാമിലി KPCCയിൽ പരാതി പറഞ്ഞു. അപ്പൊ ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്ത ഒന്ന് അയൽവാസിയും നാട്ടുകാരനും സുഹൃത്തുമായ ഒരാൾ മരിച്ചപ്പോൾ കൊടുത്തു എന്നുള്ള ഒരു ഇതുണ്ട്. അല്ലാതെ എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് ആരോടൊന്നുമില്ല. പാർട്ടിയോട് ഭാഗമാണോ ചായ്വ് അങ്ങനെ? അല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാ, ശക്തമായ കോൺഗ്രസ്സുകാരനാ. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരന് BJPക്കാരന് നിങ്ങള് ഈശ്വരവാദിയാണെങ്കിൽ നിരീശ്വരവാദിയാണെങ്കിൽ ഇഷ്ടമല്ലാതാവും. നിങ്ങളെ വീട്ടിലുള്ള വാപ്പ അമ്മ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആയാലും നിങ്ങൾ ചോറും കറിയൊന്നും വേണ്ടെങ്കിൽ ചെലവിന് വേണ്ടാറ്. നിങ്ങളെ ആശയം നിങ്ങളെ ആദർശമൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ, അത് നിങ്ങളെ സ്വന്തം. അതിനാരും എനിക്ക് എല്ലാ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരൊക്കെ ഇഷ്ടമാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കോൺഗ്രസ് ആണെന്നുള്ള എന്റെ ഇഷ്ടമാണ്. ഈ രീതിയിലൊരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം സിനിമ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ആരും ഇതുവരെ വിളിച്ചില്ല. ആര് എവിടുന്ന് വിളിച്ചാലും മറുപടി കൊടുക്കും. ഈ നിലപാട് ഇതെന്നല്ല പറഞ്ഞത് മാറ്റി പറയില്ല. ആരും വിളിച്ചും ചോദിച്ചിട്ടൊന്നുമില്ല. ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ നിലപാട് പറഞ്ഞു. എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായി, ഞാൻ പറയും. അടുത്തത് ഈ ചാൻസ് ആരും ചോദിച്ചാൽ പറയും നിങ്ങൾ ഇനി എന്തെങ്കിലും അടുത്ത വിമർശനങ്ങൾ കണ്ടുപിടിച്ചാൽ ഞാൻ പോകണം മുന്നേ ഇവിടെ ചോദിച്ചാൽ മറുപടി പറഞ്ഞുതരാം. അല്ല, ഇപ്പൊ അടുത്തത് പറഞ്ഞ പ്രിയദർശിനി ബസ്, KSRTC ബസ് ഇതേപോലെ തന്നെയാണ്. വേറെ കുറെ ആൾക്കാർക്ക് എതിർപ്പ് വരുന്നുണ്ട്. ഒരുപാട് എന്തിനാ എതിർക്കണം? പെണ്ണുങ്ങൾക്ക് കൊടുക്കണ്ടേ? എല്ലാ സ്ത്രീകൾക്കും കൊടുക്കേണ്ട ആവശ്യം എന്തിനാണ്? പ്രിയദർശിനി സ്ത്രീകൾ അങ്ങനെ തരംതിരിച്ച് മാറ്റില്ല. ഒരു ബുദ്ധിമുട്ടുണ്ട്. സർക്കാർ ജോലിയുള്ള ആളുകൾ കഴിയണതും സമ്പത്തും സർക്കാർ ജോലിയും വരുമാനമൊക്കെ ഉള്ള ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുക, പാവങ്ങൾക്ക് ആ സൗകര്യം കൊടുക്കുക എന്നുള്ളത്
അങ്ങനെ കണ്ടാൽ പറ്റും. അത് സ്വയം മനസ്സിലാക്കി ചെയ്താണ്. പക്ഷെ സ്വയം മനസ്സിലാക്കിയിട്ട് ആരും ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു KSRTC ചെയ്യണ്ട, അങ്ങനെ ജീവിച്ചോട്ടെ, വേറെ എന്ത് ചെയ്യാൻ? അല്ലപ്പോ ഒരു മറുവശം ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന പുരുഷന്മാർ ഇവിടെ ഉണ്ട്. അവരുടെ ഒരു ആരും അവരാരും നോക്കുന്നു പോലും ഇല്ല. ഇപ്പൊ KSRTC ബസ് പറഞ്ഞാൽ 70-80% സ്ത്രീകളാണ് സഞ്ചരിക്കുന്നത് ഇപ്പോ. ഇതന്നെയല്ലേ ഞാൻ പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ ആണുങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടും ബേജാറായി ആണുങ്ങൾക്ക് ഉണ്ട്. പിന്നെ ഒരു കൂടി എന്തിനാ ഇവിടെ ഇപ്പൊ അങ്ങനെ സ്മാരകം ഒന്നും ആർക്കും വേണ്ട. സ്മാരകത്തിന്റെ ആവശ്യമൊന്നുമില്ല. സ്മാരകമൊക്കെ ആവശ്യം വരുമ്പോ നമ്മള് പറയാം, അങ്ങനെ നോക്കാം. മാമുക്കോയുടെ മകനായിട്ട് പോലെ അതിന്റെ ഒരു ആനുകൂല്യങ്ങളോ ഒന്നും എവിടെയും കാണിക്കാതെ അതായത് മാമുക്കയുടെ ആനുകൂല്യം, മാമുക്ക ടിപ്പു സുൽത്താനായിട്ട് ആനുകൂല്യം കിട്ടുന്നു. നമുക്ക് സാധാരണ അഭിനയിച്ചു, പണമുണ്ടാക്കി, കുടുംബമായി ജീവിച്ചു, സമ്പാദിച്ചു. കാരണം സാധാരണ ഒരു അച്ഛന്റെ ഉപ്പയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അങ്ങനെ വളർന്നു വരുന്ന ഒരു പ്ലാറ്റ്ഫോം വാപ്പന്റെ പേര് മാറ്റാനൊന്നും കഴിയില്ല. ആ ഒരു പ്ലാറ്റ്ഫോമിൽ വളരാൻ പറ്റും, അല്ലാതെ വേറെ ഒന്നും. അതെ, അതൊരു അജണ്ട ഉള്ളിലില്ല. പറയാനുള്ളത് വ്യക്തമായിട്ട് പറയുന്നു, അങ്ങനെ തന്നെ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ബ്രാൻഡ് ഇങ്ങനെ കത്തി നിൽക്കുവാണ്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണോ? അല്ലല്ല, എങ്ങനെയാ ഒരു ആഡ് ചെയ്യാൻ തോന്നാൻ കാരണം? അതൊരു എന്നെ വിളിച്ച്, എന്റെ സുഹൃത്തുക്കളാണ്, ഓരെന്നെ വിളിച്ച് ഞാൻ ഓരോ കൂടെ കൂടി. അപ്പൊ എന്റെ സൗകര്യത്തിന്, എന്റെ ഇഷ്ടത്തിന് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സാധാരണ ഒരു പരസ്യം പോലെ അല്ലാതെ ഞാനത് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ട് തന്നെ പറഞ്ഞതാണ്. അല്ല, ഇത് വാങ്ങിയിട്ട് ആരും ചീത്ത പറയാനുള്ള അവസ്ഥ ഉണ്ടാവില്ല, അല്ലെ തിരിച്ചോളൂ. സുഹൃത്തുക്കളായതുകൊണ്ട് ചെയ്താണോ? ആ സുഹൃത്തുക്കളാണ് ചെയ്തത്. ഒരിക്കൽ നല്ല പൈസ തരുന്നുണ്ട്, ഞാൻ ജീവിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ബിസിനസ് അല്ലേ, സിസ്റ്റം കൊണ്ട് ചെയ്തതാ. സാധാരണ കണ്ടാൽ മനസ്സിലാവും ആ പ്രൊഡക്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നുള്ള. അങ്ങനെയാണ് അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തത്. എല്ലാ ഉപയോഗവും ഉണ്ട്, എല്ലാ ഉപയോഗം പറ്റും, ഒരുപാട് ഉപയോഗങ്ങൾ പറ്റും. ഇപ്പൊ അടുത്ത പടങ്ങൾ ഏതാ? അടുത്ത പടം ഡാൻസ് ആപ്പ്, മറ്റേ ഖലീഫ, ഓപ്രേമ, ഏണി, 4 പടം കഴിഞ്ഞിട്ട് വരാൻ. ഖലീഫയിൽ എങ്ങനെയാണ്? ഖലീഫയിൽ ഒരു സ്മഗ്ലിംഗിന്റെ ചെറിയൊരു സാധനം. നായകന് പൃഥ്വിരാജ്, മോഹൻലാൽ ഒക്കെ. അല്ല, രാജേട്ടനായിട്ട് കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടോ? ലാലേട്ടനായിട്ട് ഇല്ലല്ല, ലാലേട്ടനെ കാണാൻ തന്നെ വെച്ചില്ല. രാജേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചു. എന്തായിരുന്നു? ഒരു സാധു പാവം. ആ, വെറുതെ സംസാരിച്ചു. ഓക്കെ, നല്ല അടിപൊളിയാവട്ടെ.